ഗായ്സ്, ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ഡോഗ്സ് ഓഫ് വാർ ആണ് കളിക്കാൻ പോകുന്നത്. ഞാനിത് നേരത്തെ കളിച്ചിട്ടുള്ള ഗെയിമാണ്. സോ ഞാൻ കുറച്ച് ഗൺസൊക്കെ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. ഡോഗ്സ് ഓഫ് വാർ എന്ന് പറഞ്ഞാൽ ഒരു വേൾഡ് വാർ 2 നടക്കുന്ന കാര്യങ്ങളാണ്. അത് തന്നെയാണ് ഉള്ളത്. ഞാൻ നേരത്തെയൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കുന്നത്. ഇന്ന് അവനെ വിളിച്ചപ്പം വന്നില്ല. സോ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അലീസി കയറാൻ പറ്റുന്നുണ്ട്. നമ്മൾ ആക്സസിലാണ് കാരണം ആക്സസ് ചെയ്യേണ്ട കുറച്ച് ഗൺസ് എല്ലാം ഇതാണ് അൺലോക്ക്ഡ് ആണ്. സോ അതുകൊണ്ട് അത്രയ്ക്ക് കുഴപ്പമില്ല. ഇന്ന് ഞാൻ ഇരിക്കുമെന്ന് നോക്കാം. അപ്പോൾ എന്തായാലും പുതിയ ഗെയിമായതുകൊണ്ട് അത്രയ്ക്ക് കുറവ്. അവിടെ എല്ലാവരും സ്നൈപ്പേഴ്സ് ആണോ? എല്ലാവരും സ്നൈപ്പിംഗ്. സോ നമ്മൾ ഒരേ ഒരു കാര്യം പറ്റും, കണ്ടോ? എല്ലാവരുടെ ക്യാമ്പ് ചെയ്തിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. റഷ് ചെയ്യാതെ വേറെ വഴി. സോ നമ്മൾ റഷ് ചെയ്യുകയാണ് ഇന്നത്തെ. നിങ്ങൾക്ക് ഇതെന്ന് പറഞ്ഞാൽ ട്രിക്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഗൺസ് അൺലോക്ക് ചെയ്യാൻ നോക്കണം. ആദ്യം ലെവൽ കയറ്റുക, എന്നിട്ട് ക്രെഡിറ്റ്സ് ചെയ്യുക. ഇവന്റിന് വേണ്ടി ഞാൻ വന്നിരിക്കുന്നു. ഇന്ന് ഞാൻ അവരെ തീർത്തിട്ടാണ് ഫോർ ദ കം ബാക്ക്. I will win this. പോയി ക്യാമ്പ് ചെയ്യുക. ഹെൽത്ത് റീജൻ ആവണം, അതിന് ഇച്ചിരി ടൈം എടുക്കും. ഓട്ടോമാറ്റിക്കലി ഹെൽത്ത് റീജൻ ആയിട്ടുള്ള ഒന്നും കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ പുതിയ പ്ലെയേഴ്സ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട നമ്മുടെ സെറ്റിങ്സിൽ പോയിട്ട് ഓട്ടോഷൂട്ട് വേണമെങ്കിൽ ഓട്ടോഷൂട്ട് ഓണാക്കുക. ഓട്ടോഷൂട്ട് ഓണാക്കി നിങ്ങൾക്ക് സ്നൈപ്പേഴ്സ് ആണെങ്കിൽ ഓട്ടോഷൂട്ട് ഓണാക്കിയ സ്കോപ്പ് ഓണാക്കാൻ അവർ സമ്മതിക്കത്തില്ല. സോ നല്ലതെന്ന് പറയും അതിനകത്ത് നല്ലതെന്ന് പറയുമ്പം ഓട്ടോഷൂട്ട് സ്നൈപ്പേഴ്സ് ആണെങ്കിൽ ഇതിടുക, അഡ്വാൻസിലോ അല്ലെങ്കിൽ ഓട്ടോഷൂട്ട് ഇട്ട് കളിക്കാം. ഇച്ചിരി പാടെല്ലാവരുടെ ഇറങ്ങി വൈക്കേഴ്സാണ് അവരെല്ലാവരും യൂസ് ചെയ്യുന്നത്. ജയിക്കുമോ എന്നറിയത്തില്ല, എന്നാലും എനിക്ക് കുഴപ്പമില്ല. ബിക്കോസ് എൻ്റെ കയ്യിൽ റേഷിങ്ങിനുള്ള ഏറ്റവും ബെസ്റ്റ് കാണുന്നു. ഷോർട്ട് റേഞ്ച് പ്ലസ് റേഷിങ്ങിനുള്ള കാണുന്നു. എല്ലാവരും ദൂരം ഞാൻ മാത്രമേ ഉള്ളൂ. ഇനി എന്നാൽ ഞാനൊരു പൊളി സ്ക്രീന് ചെറുതായതുകൊണ്ട് എന്നെ ഒന്നും പറയില്ല. ഞാൻ ഫോണിൽ കളിക്കുക. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഇന്ന് ആദ്യമായിട്ട് മൂന്നാമത്തെ വീഡിയോ ആയതുകൊണ്ട് ഞാൻ ഡോഗ്സ് ഓഫ് വാർ ഇട്ടതാണ്. അടുത്ത വീഡിയോ ഒന്നെങ്കിൽ ഡോഗ്സ് ഫ്രൂട്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ സെയിലർ പീസ് ആയിരിക്കും. അങ്ങനെ ഏതെങ്കിലും ഗെയിംസ് നിങ്ങൾ എത്ര സബ്സ്ക്രൈബേഴ്സ് ലൈക്ക് ചെയ്യുന്നോ അത്രയും നല്ല ഗെയിംസ് ആയിരിക്കും നമ്മൾ കളിക്കും. പിന്നെ കമൻറ്റ് ബോക്സ് ഞാൻ ഓൺ ആക്കിയിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നറിയത്തില്ല. കമൻറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള ഗെയിംസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഞാൻ ആരും കളിച്ച് കാണിക്കാം. അടുത്ത കളി പോലെ ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട് കാണും. അപ്പം നിങ്ങളെ ഒരാൾ എനിക്കിപ്പോൾ ഇങ്ങനെയാണ് ഒരുത്തനെ കൊല്ലോ ചാവുക. പിന്നെ അതിനകത്ത് ഇനി ഞാൻ എൻ്റെ സ്നൈപ്പിൻ്റെ പവർ കാണിക്കാം. കുഴപ്പമില്ലാത്ത സ്നൈപ്പറാണ്. സ്പ്രിംഗ് ഫീൽഡ് ഉള്ളതാണ് നിങ്ങൾ കണ്ടത്. കണ്ടോളാം, എല്ലാവരും ചാടിപ്പോകുന്നത്. ഈ മാപ്പിൻ്റെ ഇവിടെ നിൽക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇവിടെ നിന്നാൽ കറക്റ്റ് ഹെഡ് ഷൂട്ട് ചെയ്യാം. ആര് വന്നാലും കളി. കണ്ടോ തൂത്തുവാരി എടുക്കുന്നത്? തൂത്തുവാരലും ഉണ്ടോ? ഇത് ഞാൻ ഇപ്പം അഡ്വാൻസ്ഡ് വെച്ച് കളിക്കുന്നത്, അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഷൂട്ട് ചെയ്യാം. ഇതിനകത്ത് ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഗ്രനേഡ് എടുത്ത് ഇപ്പം ഞാൻ എറിഞ്ഞെന്ന് വിചാരിച്ചു, എൻ്റെ സ്വന്തം ടീംമേറ്റ്സിന് തന്നെ എനിക്ക് ഇത് കിട്ടും, ഡാമേജ് കിട്ടും. സോ ബെറ്റർ വേ എന്ന് പറഞ്ഞാൽ സ്നൈപ്പ് എടുത്ത് വൈക്കേഴ്സ് എടുത്ത് കളിക്കുക. വൈക്കേഴ്സും പിന്നെ സെക്കൻഡറി ഗണ്ണാണ് നല്ലത്. ലൂഗർ ഉറപ്പില്ല. പിന്നെ VG50 എന്ന് പറഞ്ഞൊരു ഗണ്ണുണ്ട്. ആക്സസിനകത്ത് ബെസ്റ്റ് സെക്കൻഡറി ഗണ്ണാണ്. സോ അത് വെച്ച് കളിക്കുന്ന അടുത്ത ഹെഡേ
ഇതിലൊക്കെ വന്നു. ലീ എൻഫീൽഡ് അങ്ങനെയുള്ള ഇതൊന്നും എനിക്ക് അത്രയും കളിക്കാൻ വെച്ചറിയില്ല. സ്നൈപ്പേഴ്സ് കുഴപ്പമില്ല, സ്നൈപ്പർ വെച്ച് എനിക്ക് കളിക്കാൻ അറിയാം. എല്ലാം കൂടെ ഒരുമിച്ച് വന്ന് നിൽക്കും, അതാണ് കുഴപ്പം. സ്നൈപ്പ് ആകുമ്പോൾ ഒത്തിരി ആൾക്കാരുണ്ടെങ്കിൽ സ്നൈപ്പ് വെച്ച് അത്രയ്ക്ക് അഡ്വാൻറ്റേജ് ഇല്ല. വിക്ടറി.